പ്രേതാലയം ഫീലിംഗ് ഉണ്ട്. തായ് ഹൗസ്. തല കുനിച്ച് കയറിയില്ലെങ്കിൽ ഇവിടെയും പണി കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊന്നൂസ് ജേർണിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുഷി പാർക്കിലായിരുന്നു. ഇപ്പോഴും അവിടെ തന്നെയാണ്. നമ്മൾ വേറൊരു പ്ലേസിലേക്ക് പോവാണ്. അവിടെ എങ്ങനെയാണ് നമുക്ക് അവിടെ ചെന്ന് തന്നെ കാണാം അല്ലേ? ഓക്കെ. പൊന്നൂസ് എന്തായാലും അതിന് അവിടെ പോയി നിന്ന് അമ്മ ഒരു വീഡിയോ എടുക്കാം, ഒരു ഫോട്ടോ എടുക്കട്ടെ. ഹായ്. My name is Anjali Project. Okay. പൊന്നൂസ് അവിടെ പോയി നിന്ന് അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ. യെസ്, അവിടെ നിൽക്കുക. നോക്ക്. മാസ്ക് ചേഞ്ച് ചെയ്തേ വാവേ. ആ പൊന്നൂസേ, തൊട്ടടുത്തോടെ ഒരു പ്ലെയിൻ പോകുന്നുണ്ടോ? അങ്ങോട്ട് പോവല്ലേ പൊന്നു. ഇതുണ്ടോ പ്ലെയിൻ? അത് ആ പ്ലെയിൻ്റെ പേര് വായിച്ചത്. അതെന്താ പ്ലെയിൻ്റെ, ആ ഫ്ലൈറ്റിൻ്റെ പേരെന്താ? എമിറേറ്റ്സ് ആണ്. എമിറേറ്റ്സ്. സന്ധ്യയാണ് എൻ്റെ പേര്, എന്നാലും കുറച്ച് കാണാം. എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് തൊട്ടടുത്ത്. ഇവിടെ കുറേ ടെൻറ്റുകളുണ്ട്. എന്നുവെച്ചാൽ കളിക്കാൻ പറ്റിയ ടെൻറ്റുകളുണ്ട് പിള്ളേർക്കൊക്കെ. ടെൻ്റെന്ന് പറയാൻ പറ്റില്ല, ഒരു ട്രീ ഹൗസ് പോലെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇതല്ലാണ്ട് ഒരു ചെറിയൊരു ടൈനി ഹൗസും ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വണ്ടി വരുന്നുണ്ട്. സൺസെറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. സൈക്കിൾ റൈഡിങ് നടത്താനായിട്ടുള്ള സൈക്കിൾ കൊണ്ട് പോകും. ഇത് കൊള്ളാമല്ലോ, വല്ല വെറൈറ്റി ചെടി. ഇതുണ്ടോ? നല്ല ഭംഗി. ഇത് കാണാൻ പറ്റും. ഇത്രയും രാത്രി ആയതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല, ക്യാമറയിൽ കിട്ടുന്നില്ല. എന്താ പറയുക, നല്ല ഒരു വെറൈറ്റി ഭംഗി. ശരി, അത് അറിയാൻ പറ്റുന്നില്ലല്ലോ അതിൻ്റെ ഭംഗി. എന്താ പറയുക, ഇങ്ങനെ കുരു പോലെ എനിക്ക് തോന്നിക്കിടക്കുന്നു. യെസ്, ഇതിലുണ്ടോ തോന്നുന്നു. ഇതിൽ മുള്ളുണ്ട് എൻ്റെ കയ്യെ കൊണ്ട്. യെസ്, ഇതിനെയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഈ മരം മുഴുവൻ ഇതാണ്. ഇവിടെ വന്നതിന് ശേഷം തൊട്ടടുത്ത് എയർപോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കും. എയർപോർട്ട് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം തന്നെ കുറേ ഫ്ലൈറ്റായി പോകാൻ തുടങ്ങിയിട്ട്. കുറേ ഫ്ലൈറ്റായി. കൂടുതലും എമിറേറ്റ്സ് ഫ്ലൈ ദുബായും തന്നെയാണ് പോകുന്നത് കണ്ടത്. അയ്യോ, അവരെ കാണുന്നില്ലല്ലോ. ഇനി ഞാൻ അവരെ തപ്പേണ്ടിയിരിക്കുന്നു. മിക്കവാറും ഹട്ടിനകത്ത്, ആ ടൈനി ഹൗസിനകത്ത് കയറിയിട്ടുണ്ടാവണം. എവിടെ പോയി? യെസ്, ആണ്. ഹൗസിന്റെ പേരാണ് നോർവേ ഹൗസ്. അത് ഇംഗ്ലീഷ് ഹൗസ് അതിൻ്റെ പേര്. ഈ നോർവേ ഹൗസിനകത്ത് കയറാൻ എനിക്കൊരു പേടി. കുറച്ചൊരു പകലായിരുന്നെങ്കിൽ കയറായിരുന്നു. കൊള്ളാലോ. മനസ്സ് എങ്ങനെയുണ്ട്? ഇത് കൊള്ളാട്ടോ. പണിതോണ്ടിരിക്കാന്ന് തോന്നുന്നു. ഇതിന് മുകളിൽ കയറാൻ സൗകര്യം ഉണ്ടോ? കൊനത്ത് കയറിക്ക്. അടിപൊളിയായിട്ടോ. ഒരു എന്താ പറയുക, ഈ ഡാഗിനിയുടെയും കുട്ടൂസിൻ്റെയും ഒക്കെ നമ്മൾ ഈ പാലറമ്മയ്ക്ക് എത്തി കണ്ടിട്ടില്ലേ, ആ ഒരു ആംബിയൻസാ തോന്നുന്നത്. സംഭവം കൊള്ളാം. ഒരു പ്രേതാലയ ഫീലിംഗ്. ഇത് എന്താ പറയുക, ഇത് തീ കത്തിക്കുന്ന സ്ഥലമായിട്ടുള്ളത്. സംഭവം കൊള്ളാം കേട്ടോ. മൊത്തത്തിലൊരു പ്രേതാലയം ഫീലിംഗ് ഉണ്ട്. ഇതമ്മേ, ശരിക്കും ഒരു പ്രേതാലയം. ഇതുകൊണ്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറുന്ന ഫീലിംഗ് ആണ്. ഇതിനകത്ത് കുനിഞ്ഞ് കയറണം. ഇതൊക്കെ ആയിട്ട് ഇത് കാണത്തില്ല, ഇരുട്ടായിട്ട് തന്നെ കാണത്തില്ല കേട്ടോ.
നമുക്കിനി അടുത്ത ഇതിപ്പോൾ നമ്മൾ കയറിയത് നോർവേ ഹൗസിലാണ്. നോർവേ ഹൗസിൻ്റെ മൊത്തത്തിൽ ഇതിന് മുകളിലേക്ക് കയറാം, പക്ഷേ ക്ലോസ്ഡ് ആണ്. കണ്ടില്ല, സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇതിന് മുകളിലേക്ക് കയറാൻ. നോർവേ ഹൗസിൻ്റെ സൂപ്പർ. പൊന്നൂസിന് അത് കയറാൻ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. ഓക്കെ ഞാൻ വരുന്നു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ നോർവേ ഹൗസിൽ കയറി. ഒരു പ്രേതാലയ ഫീലിംഗ് ആയിരുന്നു. നമുക്കിനി ഇംഗ്ലീഷ് ഹൗസിലേക്ക് പോവാം. അമ്മയും കൂടെ വന്നിട്ട്. ഓക്കെ, ഇംഗ്ലീഷ് ഹൗസ്. എന്താടാ എത്തിക്കാനുള്ള ഈ വിൻഡോ ഓപ്പൺ ആണോന്നറിയില്ല. എനിക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിന് ഉണ്ടോ തീ കത്തിക്കാനുള്ള സ്ഥലം. പെയിൻറ്റിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് നന്നായിട്ട്. മുകളിലേക്ക് കയറാൻ പറ്റും. യെസ്, ആ വിൻഡോ ഓപ്പൺ ചെയ്യാടാ. പക്ഷെ ഇതിന് മുകളിലേക്ക് കയറാനുള്ള സ്ഥലം ഒന്നും കാണുന്നില്ല. പൊന്നു ടെൻറ്റിൽ പോകാനുള്ള ബഹളമാണ്. അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു. പൊന്നു ബോൾ മേത്തുകൊണ്ടാൽ നല്ല രസമായിരിക്കും കേട്ടോ. നമ്മളിനി കയറാൻ പോകുന്നത് ചൈനീസ് ഹൗസിലേക്കാണ്. കൊള്ളാലോ. യെസ്, വരുന്നടാ. ഇതിൻ്റെ ഒന്നും പണി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. അതിൻ്റേതായ ഒരു ഇതുണ്ട്. ചൈനീസ് ഹൗസ് കൊള്ളാം. 4 കെട്ടൊക്കെ ഉണ്ട്. ഇത് കൊള്ളാലോ. സോ ഇതിന് പണിയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഭംഗി ശരിക്കും അറിയാമായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയായിട്ടുണ്ട്. പൊന്നൂസ് സ്റ്റോപ്പ്, അമ്മ വരട്ടെ. അവരുടെ ചൈനീസ് ഹൗസിൻ്റെ വീടിനകം കുറേ വേസ്റ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ചൈനീസ് ഹൗസ് കൊള്ളാം, അടിപൊളി. അങ്ങനെ നമുക്ക് അടുത്ത ഹൗസിലേക്ക് പോവാം. എന്തോ അവിടെ പോവാം. ആ പിങ്ക് ഹൗസ് ഏതാന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ചൈനീസ് ഹൗസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് ഹൗസാടാ? പിങ്ക് അല്ലല്ലോ അത്. അതിനെന്താ പേര്? ഞാൻ വന്നിട്ട് ഒറ്റയ്ക്ക് കയറണ്ട. ഇത് കണ്ടിട്ടൊരു ഡ്രാഗൺ ഫീലിംഗ് ഒക്കെ ഉണ്ട്. എന്ത് ഹൗസായിരിക്കും? ഇതിൻ്റെ ഒന്നും പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റേതായ ഒരു പ്രശ്നമാണുള്ളത്. ഇത് ബുർമ ഹൗസ്. യെസ്, ബുർമ ഹൗസ്. ഈ മരം കണ്ടോ? മരത്തിൽ ഇങ്ങനെ വലിഞ്ഞു കയറാൻ തോന്നുന്നത് കാണുമ്പോൾ. അമ്മയും കൂടെ വരാം. ഇതിൻ്റെ ഒരു ഡ്രാഗൺ ഫീലിംഗ് തോന്നുന്നില്ലേ ബുർമ ഹൗസിന്? യെസ്, ഒരു ഡ്രാഗൺ ഫീലിംഗ്. പൊന്നസേക്കാം നമ്മൾ ബുർമ ഹൗസ് കയറിയിട്ട്. യെസ്, ബുർമ ഹൗസ്. ഇതിനകം കുറച്ച് തൂണുകൾ പോലെയുള്ള ഹൗസാണ്. ഇത് കൊള്ളാലോ. എൻ്റെ തല ഇടിക്കും ഈ പടിക്കൂടെ കയറുമ്പോൾ. ഓക്കെ, ഇപ്പം ശരി. അപ്പം ഇതാണ് ബുർമ ഹൗസ്. സംഭവം കൊള്ളാം. പക്ഷേ ആകെ മൊത്തം ഇരുട്ടാണ്. ഇതിൻ്റെ പടിയല്ല, ഇത് നമ്മൾ തല കുനിഞ്ഞ് കയറിയില്ലേ, തല എപ്പം ഇടിച്ചെന്ന് കൂട്ടിയാൽ മതി. യെസ്, അടുത്ത ഹൗസിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മുടെ ബുർമ ഹൗസ് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സൂപ്പർ തായ് ഹൗസാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. തായ് ഹൗസിന് മൊത്തം എന്താ എനിക്ക് തോന്നുന്നു ഇത് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഇത് കൊള്ളാം. തായ് ഹൗസ്. തല കുനിച്ച് കയറിയില്ലെങ്കിൽ ഇവിടെയും പണി കിട്ടും. പൊന്നി നോ ഇങ്ങോട്ട് മാറിവാ. എനിക്ക് പേടിയാ. എൻ്റെ ദൈവമേ, നീ രത്തേക്കൊന്നും പോയല്ലേ. ഇവിടെ വിശ്വസിക്കാൻ മേല. വെള്ളം കണ്ട ഭ്രാന്താണ്. എൻ്റെ കൈ പിടിച്ചു. ഈ ഒരു പ്ലേസിൽ മാത്രം എനിക്ക് ഇവിടെ വിട്ടാൻ പേടിയാണ്. എൻ്റെ കയ്യിൽ പിടിച്ചോ പൊന്നു.
ഓക്കെ, നമുക്ക് സൂക്ഷിച്ചിറങ്ങാം. വെള്ളമായതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. എനിക്ക് ഇവിടുത്തെ ഫോട്ടോസ് എടുക്കാം. സൂപ്പർ കേട്ടോ, എൻ്റെ അമ്മ ഒന്നും പറയാനില്ല. ഇത് നെതർലാൻഡ്സ് ഹൗസാണ്. നമുക്ക് അങ്ങോട്ടേക്കൂടെ പോവാം. കയറാൻ പറ്റുമോ നോക്കാടാ. കയറാൻ പറ്റില്ലേ? അതിനകത്ത് കയറാൻ പറ്റില്ലേ? നെതർലാൻഡ്സിൽ കയറാൻ പറ്റില്ലേ? നോക്കട്ടെ, എവിടെയെങ്കിലും വഴിയുണ്ടോ? അയ്യോ, ഇതിനകത്ത് കയറാൻ പറ്റില്ല. പക്ഷെ മുകളില് എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കുമോ? ശരി, പക്ഷികൾ താമസിക്കുന്നതായിരിക്കും. ഓക്കെ, അവിടെ ഗൂസ് ഉണ്ട്. ഗൂസിന്റെ സൗണ്ട് അല്ലേ? ഹായ് വെയിറ്റ് ആരിഷ് ഹൗസ്. നമുക്ക് അവിടെ പോവാം. അതൊരു വെറൈറ്റി ഹൗസാണ്. എന്താ അതിൻ്റെ പേര് എനിക്ക് വായിക്കാൻ കൂടെ പറ്റിയില്ല. പൊന്നുസേ, അമ്മ വന്നിട്ടേ കയറാവുള്ളൂ. ഓക്കെ, ഇത് കുറേ കുഞ്ഞു ഹട്ടാട്ടോ. ഇതൊന്ന് ആദ്യം അമ്മ വായിക്കട്ടെ, എന്താ സംഭവം എന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഞാൻ വായിക്കുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ബെയ്റ്റ് എൽ ആറിഷ് ഹൗസ് അങ്ങനെ ആവണം. എന്താ പറയുക, ഒരു പുൽക്കൊടിൽ ഫീലിംഗ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പൊന്നുസേ, കം കം. അല്ല, നമ്മൾ ഈ ഹൗസിൽ കയറിയിട്ടേ സ്ലൈഡിൽ കയറാൻ പോകും. ഇതാണ് എടാ ഏറ്റവും അടിപൊളി, ഏറ്റവും നല്ല ആംബിയൻസ് ഉള്ള ഹൗസ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ. എടാ ഇത് സൂപ്പറാണ്. അച്ഛ എവിടെ? അച്ഛയെ കാണുന്നില്ല. അച്ഛക്ക് ഇത് മിസ് ചെയ്യും. നമുക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ ഈ കുഞ്ഞ് ഹട്ടിനകത്ത് കയറാൻ പോവാണ്. ലൈറ്റ് ഉണ്ടോടാ? എടാ പോടാ, പാമ്പൊന്നുമില്ല. അടിപൊളി. നമുക്ക് കേറാടാ. അമ്മ പൊന്നു വരുന്നില്ലേ? എടാ പാമ്പൊന്നുമില്ലടാ. എന്തായാലും അമ്മ ഒന്ന് കയറുവാണ്. അടിപൊളി. എൻ്റെ അമ്മേ, ഇത് പുല്ലായതുകൊണ്ട് തന്നെ എന്ത് പുല്ലാന്ന് എനിക്ക് അറിയില്ല. കുഞ്ഞു കുഞ്ഞു പ്രാണികൾ ഇഷ്ടം പോലെ ഉണ്ട്. അയ്യോ, ഇതിനകത്ത് നല്ല ഇരുട്ടാ പൊന്നു. ഇത് ശരിക്കും അടിപൊളി കേട്ടോ. ഇതാണ് ഏറ്റവും സൂപ്പർ. അതെ, കറക്റ്റ് പുതുമഴ. ആടെ വേറെ റൂം. നമുക്ക് ഈ റൂമിനകത്ത് കയറാം. ഇതും കൊള്ളാം. പക്ഷേ ഇത് ഇരുട്ടായി. പിന്നത്തെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്തെ വ്യൂസ് നമുക്ക് കാണാമായിരുന്നു. ഇത് സ്റ്റോൺ ഹൗസ്. നോക്കട്ടെ. ഇത് ലൈറ്റ് ഉണ്ടോ? ലൈറ്റില്ല. ശരിക്കും ഇത് ഫുൾ സ്റ്റോൺ തന്നെയാണ്. പൊന്നൂസ് കയറണ്ട. ഞാൻ ക്യാമറ മാത്രം ഇതിനകത്ത് കയറ്റാം. ഒന്നും കാണാം. ഇതും അങ്ങനെ ഒരു സ്റ്റോൺ ഹൗസാണെന്ന് വെച്ചാൽ കൊള്ളാം സംഭവം. ഒരു കാവ് ഫീലിംഗ് ആണ്. ഇടയ്ക്ക് ഒരു പല്ലാത്ത സൗണ്ട് വരുന്നത് നമ്മുടെ തൊട്ടടുത്തൂടെ പ്ലെയിൻ പോകുന്നതുകൊണ്ടാണ് അത്രയും സൗണ്ട്. ഇത് കുറച്ച് പക്ഷികളുടെ പ്ലേസാണ്. കോഴി, ഗൂസാണ്. ഡക്കില്ലാന്ന് തോന്നുന്നു. ഗൂസ് തന്നെയാന്ന് തോന്നുന്നു. പ്രാവ് ഇരിക്കുന്നുണ്ടോ? പൂവൻകോഴി, ഗൂസ്, മുയല് എല്ലാം ഉണ്ടല്ലോ. ഒരു വലിയ ഗൂസ്. മുയൽ പല കളറിലുള്ളതുണ്ട്. ഗൂസും പല കളറിലുണ്ട്. പൂവൻകോഴി നമ്മൾ കണ്ടില്ല. നമ്മൾ കയറിയില്ല തായ് ഹൗസ്. പക്ഷേ ഈ ബോട്ട് ഹൗസിൽ കയറിയില്ല. ഇത് കയറാൻ പറ്റുമോ എന്നറിയില്ല. അത് സംഭവം കൊള്ളാം.
ഹായ്. സോറി, വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം? പേര് പറയുന്നില്ല കേട്ടോ കക്ഷി. ദേഖ. ആ അപ്പൊ ഹിന്ദിയാണ്. ആ യെസ് യെസ്. ये कबूतर है ना. എൻ്റെ ഹിന്ദി പൊട്ടതൊക്കെയാണ്. ആ ആ പൊന്നുസ് പോരെ. അതെ ഇതൊക്കെ സിമ്പിളാണ്. സിമ്പിളാണ്. ഞങ്ങൾ എന്തിനാ വരുന്നേ? ഇതൊക്കെ സിമ്പിളല്ലേ. അപ്പോൾ ഒരുപാട് വൈകി. ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ തന്നെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാണാം. ഫ്രണ്ട്സ്, നമ്മൾ വീട്ടിലെത്തി. ഇനി നമുക്ക് ഷവർമ കഴിക്കാം. നമ്മുടെ ഷവർമ എടുക്കട്ടെ. നല്ല ബിഗ് ഷവർമ കേട്ടോ. ഒരാൾക്കൊന്നും ഒറ്റ ഒരു ട്രിപ്പ് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഞാൻ ഷവർമ കഴിക്കട്ടെ. അപ്പം ഞാൻ കഴിക്കാൻ പോണേ. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നെക്സ്റ്റ് ടൈം കാണുന്നവരെല്ലാവർക്കും ബൈ. ബൈ.